അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലല്ലേ? അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ. അപ്പം ഇന്നലെ ഇടാൻ നേരം വൈകിയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് നമ്മളുണ്ടല്ലോ ഇവിടുത്തെ ഉമ്മാൻ്റെ അനുസത്തിയാളെ എത്തുകൂടിയും ഏട്ടത്തിയാളെ എത്തുകൂടിയും പിന്നെ ഉമ്മാൻ്റെ ആങ്ങളുടെ എത്തുകൂടിയൊക്കെ ഒന്ന് പോയി കേട്ടോ. അപ്പോൾ പിന്നെ വന്നപ്പോത്തിന് നേരം കുറേ ആയിക്കണം കേട്ടോ. 4 മണി ആയിക്കണം കേട്ടോ നമ്മൾ വന്നപ്പോത്തിന് 4:30 ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്നും വീഡിയോ ഇടുന്ന നേരം കഴിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ ഇന്നലെ വീഡിയോ ഇടാന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിട്ടോ. ഇന്നത്തേത് എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കടി നൂൽപുട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ നൂൽപുട്ട് നല്ല തിളച്ച വെള്ളം പാർന്നിട്ട് ഉപ്പിട്ടിട്ട് ആ പൊടിക്കാണ് പാർന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചീച്ച പാർന്ന് കാണ്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. ഒക്കെ പാടെ ഒപ്പം പാർന്നാൽ ചിലപ്പം വെള്ളം കളി പോലെയാവും നമ്മളെ നൂൽപുട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പീച്ചാൽ ഇതേമാതിരി നൂല് പോലെ ആകൂല കേട്ടോ. അത് ഒന്നായിട്ട് പിന്നെ പത്തിരിയോ ചപ്പാത്തിയൊക്കെ ചുട്ട മാതിരി ആയിക്കാരം. അപ്പോൾ പിന്നെ കുറച്ചീച്ച വെള്ളം പാർന്നിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നല്ല തിളച്ച വെള്ളം തന്നെ പാരാൻ നോക്കണം കേട്ടോ നമ്മളെ നൂൽപുട്ടിക്ക്. പിന്നെ ഞാൻ ആ നൂൽപുട്ട് പീച്ചണ ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വെച്ചിനി. അപ്പോൾ അത് തിളച്ച് വന്നീനി. പിന്നെ അത് ഞാൻ അരിക്കറക്കി വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ നൂൽപുട്ട് വെന്തിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല തുണിക്കഷ്ണം പോലത്തെ നമ്മളെ നൂൽപുട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി നൂൽപുട്ട് ഇക്കാരം. അപ്പോൾ അതാക്കണേ നമ്മളെ നൂൽപുട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചാറുണ്ടാക്കാന്ന് കരുതി ഇങ്ങനെ തല പുണ്ണാക്കി നിന്നപ്പോഴാണ് കടലയോ മമ്പയറോ ചെറുപയറോ ഒന്നുമില്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനിയിപ്പം നമുക്ക് കേങ്ങും ഉള്ളിയും തക്കാളിയും തന്നെ ശരണം അതെന്നെ കരുതിയിട്ട് നമ്മൾ അത് വെച്ചിട്ടൊരു ചാറും ഉണ്ടാക്കി. അങ്ങനെ കടിയായി ചാറായി അല്ലേ. പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ ചായക്കൊക്കെ വന്ന് ഓലൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഓലൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഞാൻ ഏതായാലും 2 നൂൽപുട്ടും പിന്നെ കുറച്ച് നമ്മളെ കട്ടൻ ചായയും കൂട്ടിയിട്ട് നമ്മൾ ചായ അടിച്ചിട്ടാ. ചായ ഫോണക്ക് ഇങ്ങനെ നോക്കി നിന്ന് കാണ്ട് ചായ നിറഞ്ഞു പോയത് അറിഞ്ഞില്ല കേട്ടോ മക്കളെ. അങ്ങനെ നമ്മൾ എന്താട്ടി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തലേന്ന് തക്കാരത്തിന് വെച്ച ബിരിയാണിൻ്റെ ചെമ്പട്ടിയും കുടിക്കുകയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് മോറി എടുക്കണം. അപ്പോൾ അന്തിക്കല്ലേ ഇന്നെ തക്കാരം. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്പട്ടിയൊന്നും കുടിക്കൊന്നും മോറിയിട്ടില്ല. ഇനി അങ്ങനെ വെള്ളം പാർന്നിട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ എന്താട്ടി അതൊന്ന് മോറി എടുക്കണമല്ലോ. അപ്പോൾ രാവിലെ മോറാ വിചാരിച്ചിക്കാണ്ട് ഉള്ളിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണങ്ങി പിടിച്ച് നിൽക്കണ്ട വിചാരിച്ചിക്കാണ്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെമ്പട്ടിയും കുടുക്കിയൊക്കെ കാണിച്ചെങ്കിൽ പുറത്ത് വെച്ച് മോറണം. പിന്നെ ചെറിയ പാത്രങ്ങളും ചെറിയ ചെമ്പട്ടിയൊക്കെ നമുക്ക് സിങ്കം തന്നെ മോറാം. പക്ഷേങ്കിൽ ഇതൊന്നും നമുക്ക് അവിടെ വെച്ചിക്കാണ്ട് മോറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മോറാന്ന് വിചാരിച്ചിക്കാണ്ടാണ് വെച്ചിന് കേട്ടോ. അവിടെ തന്നെ കേട്ടോ ഞാൻ ഈ ചെമ്പട്ടിയും കുടുക്കിയും വെച്ചിന്. പുറത്ത് വെച്ച നമ്മളെ പട്ടികളും വന്ന് തൊട്ടാൽ പിന്നെ നമുക്കറിയില്ലല്ലോ പട്ടി തൊട്ടിക്കണോ ഇല്ലേന്നുള്ളത്. പിന്നെ ഇറച്ചിൻ്റെയൊക്കെ മണം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ പട്ടികളും പൂച്ചകളൊക്കെ വന്ന് തൊടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെന്താണെന്നറിയോ നമുക്കറിയില്ല. പിന്നെ നമ്മൾ പട്ടികളൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ തന്നെയല്ലേ വെച്ചുണ്ടാക്കുക. അപ്പോൾ ഞാൻ എന്താട്ടി പുറത്തേക്ക് വെക്കണ്ട. അപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നോട്ട് എഴുതിയിട്ട് അവിടെ തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാക്കണേ മോറി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലുണ്ടല്ലോ കരി തേച്ചിന് കേട്ടോ. കരി വെച്ചാൽ നമ്മൾ വെണ്ണൂറുണ്ടല്ലോ, വെണ്ണൂറ് വെള്ളം നനച്ചിക്കാണ്ട് നമ്മൾ ഈ ചെമ്പട്ടിയെ നമ്മൾ ഈ കുടുക്ക ആദ്യം ഒന്ന് നനക്കും. എന്നിട്ട് പിന്നെ വെണ്ണൂറ് നനച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ്ട് തേച്ച് കൊടുക്കും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് മോറാൻ നല്ല സുഖം കേട്ടോ, പെട്ടെന്ന് കരി പോകും കേട്ടോ. അപ്പം ഇനി പുതിയ പാത്രങ്ങളും അടുപ്പത്തൊക്കെ ഇങ്ങനെ കരിയാകാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വെണ്ണൂറൊക്കെ തേച്ച് വെച്ചിക്കാണ്ട് അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം മോറാൻ നല്ല സുഖയിക്കാരം. അങ്ങനെ നമ്മൾ ഇതാക്കണം, നമ്മളെ ബിരിയാണി ചെമ്പ് മോറി എടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചെമ്പട്ടി ഉണ്ട് അതൊന്ന് മോറണം. അപ്പോൾ ഞാൻ ആദ്യം കമ്പിച്ചാണ്ടി ഇട്ട് കണ്ടാൽ ഒന്ന് മോറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു ഉള്ളിലല്ല അതിൻ്റെ പുറത്തു കൂടെയൊക്കെ കരിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ കമ്പിച്ചാണ്ടി ആകുമ്പോൾ തന്നെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സീലിട്ട് വരച്ചെങ്കിൽ ആ കരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പോയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താട്ടി ആ പാത്രം മോറിനെ കഷ്ണം ഉണ്ടല്ലോ അതെടുത്തുകൊണ്ടിരാൻ വേണ്ടി പോയതേനി. പിന്നെ അങ്ങനെ നമ്മളെ ചെമ്പട്ടി കണ്ടില്ലേ നല്ല പുതിയത് മാതിരിക്ക് തന്നെ എപ്പോഴും നിൽക്കണ്ടില്ലേ, വരുമ്പൊന്നും കരിയൊന്നും പൊടിച്ചിട്ടില്ല. അപ്പോൾ ആ കരി പൊടിച്ചാഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ, നമ്മൾ വെണ്ണൂറ് തേച്ചുകൊണ്ടാണ്. പിന്നെ ചെമ്പട്ടിക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ചെമ്പട്ടി പിന്നെ നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ച് കാണ്ട് നമ്മൾ അടിഭാഗമൊക്കെ കരി പൊടിച്ചിക്കണ്. അപ്പോൾ പിന്നെ അതിന് തന്നെ ഞങ്ങൾ ഇങ്ങനെ വെണ്ണൂറൊന്നും തേക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി
പിന്നെ അതിന് വെണ്ണൂറൊന്നും തേക്കാതെ നമ്മൾ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കേനിട്ടോ. അപ്പോൾ അത് മോറാൻ സുഖമാണ്. അതിൻ്റെ അടിഭാഗത്തെ കരിയൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ചുറ്റുഭാഗത്ത് മാത്രം കളഞ്ഞാൽ മതി. അത് നമ്മൾ കമ്പിച്ചണ്ടിട്ട് വരച്ചാൽ തന്നെ പോകും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ കുടുക്കിയും പിന്നെ നമ്മളെ ചെമ്പട്ടിയൊക്കെ മോറിയിക്കണം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം മോറി എടുത്തിക്കണ്. അപ്പം ഇന്ന് അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് മോറിന് ഇതാക്കണമൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ചെമ്പട്ടിയും കുടുക്കിയൊക്കെ മോറി നമ്മൾ കൗത്തി വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ടേബിളുമ്മ വെച്ചിന് വിരി ഉണ്ടല്ലോ, അത് ഞാൻ മടക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം, ഈ മക്കൾക്ക് ഒരു പണിയുണ്ട് ഇയാളെ. നമ്മൾ ഈ ഓതാനും വായിച്ചാനും പഠിച്ചാനൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, മക്കളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേന ഇതോ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ സവറ കീറുക കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി അതാണ് മടക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വിരിച്ചാൽ മറ്റ് നല്ലോണം ഈങ്ങിയിട്ടൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ ഈങ്ങുമ്പോൾ ഇതാണ് വെച്ചാൽ മതിയല്ലോ, ഇട്ടാൽ മതി. അപ്പം ഞാനതാണ് മടക്കി വെച്ചാണ്. പിന്നെ സനുവിനും മിന്നുട്ടിക്കൊക്കെ ബാഗിൽ ബുക്കും പാത്രങ്ങളൊക്കെ ആക്കി വെച്ച്. പിന്നെ സനുവിന് ചെറുതായിട്ടൊരു കുര ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഓന് ഞാൻ കുറച്ച് മരുന്നും കൊടുത്ത് ഓനങ്ങനെ നമ്മൾ സ്കൂൾക്ക് പറഞ്ഞയച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളെ മിന്നുട്ടിക്കും പോകണം. അങ്ങനെ സനുവിൻ്റെ ബുക്കും ഇതൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചു, ഓനെ പറഞ്ഞയച്ചു. പിന്നെ നമുക്ക് മിന്നുട്ടിൻ്റെ ബാഗിക്ക് പാത്രവും വെള്ളക്കുപ്പിയും കൂട്ടാൻ പാത്രം ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓളതും ആക്കി വെച്ചിക്കണേ. പിന്നെ നമ്മളെ പ്ലേറ്റും ഒക്കെ ഉണ്ടല്ലോ, പാത്രങ്ങളൊക്കെ ചോറ് നീങ്ങിയതൊക്കെ. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്നും തുടക്കാനും ഇതിനൊന്നും കൂടിയിട്ടില്ല ഇനി. അപ്പോൾ തന്നെ നേരം 10, 10:30, 11 മണിയൊക്കെ കേട്ടോ. നമ്മൾ കടന്നപ്പോൾ തന്നെ പാത്രമൊക്കെ മോറി എടുത്തപ്പോൾ തന്നെ പിന്നെ നമുക്ക് കണ്ണിൻ്റെ പോള വിൽക്കുക കേട്ടോ, ഉറക്കം വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ഒക്കെ മോറി കണ്ട് അങ്ങനെ കൗത്തി വെച്ചിക്കാൻ പോയിക്കേനി. പിന്നെ രാവിലെ ഒക്കെ തുടച്ചെടുത്തേക്കാതി തുടച്ചെടുത്തേക്ക് വെക്കണം കേട്ടോ നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളും അങ്ങനെ തുടച്ചെടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ മിന്നുട്ടിനെ കുളിപ്പിച്ച് മാറ്റി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഓളം തിരഞ്ഞ് ഓളെ ചങ്ങാഴ്ചയാൾ വന്നിക്കണം കേട്ടോ. ഒന്ന് സിയമോളും ഒന്ന് പിന്നെ ലീയാണ് കേട്ടോ. പിന്നെ സച്ചോ ഓളാ ലിയൻ്റെ ആങ്ങളെയാണ് കേട്ടോ അത്. അങ്ങനെ ഓല് മൂന്നാളും അങ്ങനെ ഓല് സ്കൂൾക്ക് പോയി. പിന്നെ നമ്മളെ പുതിയാപ്പിള കാക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സിയാബാക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ ഈ കൈപ്പങ്ങൻ്റെ വെള്ളം കെക്കി കൊടുത്താൽ കുടിച്ചു നമ്മളെ പുതിയാപ്പിള കാക്ക. അത്രയ്ക്ക് ഇഷ്ടമാണ് കൈപ്പങ്ങ. ഇച്ചാണെങ്കിൽ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ ഈ കൈപ്പങ്ങ. കഴിച്ചിട്ടേ പെരും കയ്പ്പല്ല, തൊള്ളിക്കൊക്കാൻ കഴിയൂല. അപ്പം ഇച്ച് വല്ലാത്തൊരു ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ കൈപ്പങ്ങ. മൂപ്പർക്കാണെങ്കിലോ കൈപ്പങ്ങൻ്റെ വെള്ളമാണ് കേകി കൊടുത്താൽ വലിച്ചാണ് കുടിച്ചു. അത്രക്കും തീർപ്പതിയാണ്. പിന്നെ ഞാൻ എന്താട്ടിന്ന് പറയാം, അതൊക്കെ ഒന്ന് നമ്മളെ ഇതിക്ക് ഫ്രിഡ്ജൊക്കെ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചു. അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതാക്കണേ ചോറ് കുക്കറിൽ തന്നെയാണ് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിൽ ചോറ് ഇമ്മടാണ്. പിന്നെ നമുക്ക് ആ കൈപ്പങ്ങ ഉണ്ടല്ലോ അതിന് കുറച്ചെടുത്ത് കാണ്ട് വെക്കണം. മൂപ്പരാക്ക പറഞ്ഞു കുറച്ച് കൈപ്പങ്ങ എടുത്ത് വെക്കിട്ടോ പറഞ്ഞിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കൊടന്നാൽ വെക്കാതെക്കാൻ പറ്റില്ല, നമുക്ക് തിരുപ്പതി ഇല്ല എഴുതി കാണ്ട് തിരുപ്പതി ഇല്ലോല് തിന്നോട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ എന്താട്ടി പിന്നെ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ചോന്തൊക്കെ നല്ലോണം മൂത്ത കറുത്തല്ല മൂത്ത കൈപ്പങ്ങയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കണ്ട കേട്ടോ മക്കളെ. ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് നിർത്തിയതാണ്. പിന്നെ അങ്ങനെ നമ്മളെ കൈപ്പങ്ങയൊക്കെ അരിഞ്ഞെടുക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു വെറും കൈപ്പങ്ങ വെക്കണ്ട, അതിക്ക് 2 ചക്കക്കുരും കൂടി ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. അപ്പം ഇഞ്ചപ്പം ഇങ്ങനെ പറയലുണ്ട് കേട്ടോ, ചക്കക്കുരും കൈപ്പങ്ങയും നല്ല രസമാണ്. അപ്പോൾ പിന്നെ ഞമ്മക്കും തന്നെ അതൊന്ന് വെച്ചോക്കെ കരുതിയിട്ട് ഞാൻ എന്താട്ടി കൈപ്പങ്ങയും ചക്കക്കുരു ഇട്ട് വെക്കാൻ കരുതിട്ടോ. അപ്പം നാളെ കുറച്ച് ചക്ക നാക്കിനല്ലോ, അതിൻ്റെ കുറച്ച് ചക്കക്കുരു ഉണ്ട്. അതാണെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആകെ തോടാടിയിരിക്കുന്നത്. അതിൻ്റെ മേലത്തെ അത് മാത്രമേ പൊളിച്ചെടുക്കാൻ പറ്റണുള്ളൂ കേട്ടോ. ആ ചുവപ്പൊന്നും കളയാൻ വയ്ക്കണില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആ ചുവപ്പൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, എങ്ങനെയായിട്ടും വരണ്ടിയിട്ട് പോകല. അപ്പോൾ ഞാൻ നമ്മളെ ചക്കക്കുരു കഴുകിക്കാണ്ട് കുറച്ച് വെള്ളവും പറന്നുകാണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തീമക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചക്കക്കുരു കഴുകിക്കാണ്ട് ആ കുക്കറിൽ വെള്ളം കുറഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ ഇട്ട് കൊടുത്താണ്. പിന്നെ വെള്ളം ഏറെയാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ ഊറ്റിയതാണ് കേട്ടോ. അപ്പം ഇനി ചക്കക്കുരു കഴുകാതെയാണോ ഇട്ടത് എന്നൊന്നും ചോദിച്ചണ്ട കേട്ടോ. അപ്പം അങ്ങനെ കാട്ടിയതാണ്.
ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ചക്കക്കുരു വെന്തിട്ട് വേണം നമുക്ക് ആ കൈപ്പങ്ങ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ കൈപ്പങ്ങ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കുക്കറിൽ ഇതാക്കണേ കൈപ്പങ്ങ നമ്മൾ ഗ്യാസുമ്മേ വെച്ച് കൊടുത്തിക്കണം. അപ്പോൾ ഗ്യാസ് പൂട്ടീനി കേട്ടോ. ഗ്യാസിന് എന്താ ഇങ്ങനെ ഒരു വാസന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാനെന്താട്ടി ഗ്യാസ് അടിയിൽ പൂട്ടിയിടലാണ് കേട്ടോ കഴിഞ്ഞാൽ. അപ്പം പിന്നെ തിരുമ്പാനുള്ളതൊക്കെ പിന്നെ ഞാനെന്താട്ടി മെഷീനിൽ കൊണ്ടുപോയിട്ടിരിക്കണം. ഇനി അതവിടെ കിടന്ന് അങ്ങനെ തിരുമ്പട്ടെ. പിന്നെ നമ്മളെ ചോറ് വന്നീനി കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വിസിലടിച്ചതിൻ്റെ മുന്നേ തന്നെ ഓഫാക്കിയിട്ടിനി. അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്തിക്കണം. ഇനി അതൊന്ന് നമുക്ക് ഓട്ടപാത്രത്തേക്ക് ഒന്ന് പാർന്നെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചോറുണ്ടല്ലോ ഓട്ടപാത്രത്തേക്ക് പാർന്നെടുക്കാനുണ്ടോ. ചെമ്പട്ടിക്കൊന്നും മാറ്റണില്ല. ഉച്ചക്കും വൈകുന്നേരത്തിനും പാടെ വെച്ചതല്ലോ. ഉച്ചക്കൊക്കെ മാത്രം വെച്ചതല്ലേ. വൈകുന്നേരത്തിന് ഇനി നമുക്ക് വേറെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ ചോറും തന്നെ വെച്ച് ഊറ്റിക്കണം കേട്ടോ. ഇനി ആ ഒന്ന് ചെരിച്ച് വെക്കണം എന്നെങ്കിൽ അതിൻ്റെ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ചോറ് വെന്ത് പിന്നെ നമ്മളെ ചക്കക്കുരും തന്നെ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം എന്നറിയാം, ഈ തോടാടിയ ചക്കക്കുരുണ്ടല്ലോ നല്ല മധുര മക്കളെ. ഇതിങ്ങനെ വെറുതെ തിന്നാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ അമ്മക്ക് എന്തോ ഒരു തിരുപ്പതി ഇനിയെന്നറിയാം. ചക്കക്കുരും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ നമ്മളെ കൈപ്പങ്ങ വെക്കണമല്ലോ, അതിന് ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് കരിവേപ്പിൻ്റെ ഇലയും കടുകും ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അത് പൊട്ടിയതിന് ശേഷം നമ്മളെ കൈപ്പങ്ങ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ആ കൈപ്പങ്ങ ഒന്നിങ്ങോട്ട് വെന്ത് വരട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മളെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് ഞാൻ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. കൈപ്പങ്ങയിൽ എത്ര ഉപ്പിട്ട് കൊടുത്താലും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്താട്ടിയെന്നറിയോ, നമ്മൾ ചക്കക്കുരു വേവിച്ചതിന് വെള്ളവും ആ ചക്കക്കുരു ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അത് ഇട്ടെടുത്ത് എന്താണെന്ന് വെച്ചാൽ അതിലാണല്ലോ മുളകൊക്കെ ഇട്ടിക്കണത്. അപ്പോൾ ആ മുളകിൻ്റെ ഒരു നമ്മളെ കൈപ്പങ്ങയ്ക്ക് കുടിച്ചണമെന്ന് വെച്ചെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മൂടി വെച്ചിക്കാണ്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കൈപ്പങ്ങ അവിടെ വന്ന് വേകട്ടെ. അപ്പോൾ പിന്നെ കുറച്ച് ബത്തലുണ്ടായിനി. പിന്നെ ആ ബത്തൽ മീനും കൂടി ഒന്ന് നന്നാക്കി എടുക്കണ്ട കേട്ടോ നമ്മൾ. അപ്പോൾ കത്രി കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം നന്നാക്കി. പിന്നെ വെച്ച് വല്ലാത്തൊരു ഗതിയോട് കേട്ടോ ആ കത്രി കൊണ്ട് നന്നാക്കി എടുക്കാൻ. തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഗതിയോട്. അപ്പോൾ ഞാൻ എന്താട്ടി ആ കത്രി കട ഇട്ടിട്ട് നമുക്ക് നമ്മളെ കത്തിൻ്റെ തന്നെ എളുപ്പട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്താട്ടിയെന്നറിയോ, കത്തി ഇടുന്നുകാണ്ട് അതിൻ്റെ തലയാണ് മുറിച്ചിട്ട് കാണ്ട് കജ്ജിൻ്റെ വിരലോണ്ട് ഒരൊറ്റ പീച്ചലാണ് പീച്ചിയാൽ മതി. എന്നാൽ പെട്ടെന്ന് നന്നാക്കൽ കജ്ജും. അപ്പോൾ അത് എഴുതി കണ്ടാണ് ഞാൻ കത്തി എടുത്തത്. പിന്നെ മറ്റേ മീനിനൊക്കെ നന്നാക്കാൻ ഞാൻ കത്രികേൻ്റെ എടുക്കൽ കേട്ടോ. അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ വെട്ടാൻ ഇതിപ്പോൾ വെച്ച് ഭയങ്കര ഒരു ഗതിയേട്. അല്ലെങ്കിൽ ഇത് കത്തി കൊണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ തലയുണ്ട് മുറിച്ചിട്ടിട്ട് കജ്ജിൻ്റെ തന്താൻ വെല്ലിൻ്റെ വെച്ചിട്ട് ഒരൊറ്റ പീച്ചല. അതോടുകൂടി മീൻ നന്നാക്കൽ കഴിഞ്ഞു. പിന്നെ ഈ പത്തിൽ നന്നാക്കാൻ നല്ല സുഖമാണ്. അതിൻ്റെ തലയും കാട്ടവും മാത്രം കളഞ്ഞാൽ മതി. വാല് കളയണ്ട, ചെളുക്ക കളയണ്ട. പിന്നെ അതെന്താണെന്നറിയാം, വെച്ചാൽ ഒരു തുള്ളി ഉണ്ടാവുള്ളൂ. അങ്ങനൊരു സംഭവമുണ്ട് നമ്മളെ ഈ മീനിന്. അപ്പോൾ അതിനെന്താക്കണേ, നമ്മളെ കുടിക്കാരത്തി വന്ന് നോക്കിക്കല തുടങ്ങിക്കണേ, തരുമോ മീൻ തരുമോ വെച്ചിക്കാണ്ട്. ഓക്കിപ്പോൾ അറിയില്ലല്ലോ മീനൊക്കെ പെരും വിലയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ മാങ്ങാത്തതെന്നൊന്നും പോയിപ്പോൾ കൂടിയാടില്ലല്ലോ. ഏതായാലും ഞാൻ മാങ്ങിയ മീനിൻ്റെ തലയൊക്കെ ഓക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മളെ ഉപ്പേരിയൊക്കെ വന്ന് നോക്കുമ്പോൾ വന്നിക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല ഉസാറായിട്ട് വന്നിക്കണം. പിന്നെ അത് ഞാൻ വാങ്ങി വെച്ചിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി കൊടുന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി നമ്മളെ മീൻ മസാല ഇട്ടാണ് കേട്ടോ പൊരിച്ചാനും വേണ്ടി. അപ്പോൾ മീനിക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ മീൻ പൊരിച്ചുമ്പോൾ എന്താണെന്ന് അറിയാം, ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മളെ മീൻ നല്ല സൂപ്പറായിട്ട് പൊരിച്ചെടുക്കും ജഡ്ജ. നല്ല രസമാണ് കേട്ടോ. കുറേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടൊന്നും വേണ്ട. അപ്പോൾ ചട്ടി ചൂടാകുമ്പോഴത്തേന് നമ്മളെന്തട്ടി വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നോക്കണ്ടല്ലോ. അപ്പോൾ നല്ലോണം ചൂടായ എണ്ണയ്ക്ക് ഇതാക്കണേ നമ്മൾ മീൻ അങ്ങനെ കോരിയിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതുണ്ടല്ലോ നല്ല രസമാണ് ഈ മീൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കറുമുറും പറഞ്ഞ് ഇങ്ങനെ നുള്ളി പൊറുക്കി തിന്നാൻ. മറ്റേ മീനിൻ്റെ മാതിരല്ല, ഇതിങ്ങനെ തിന്നാൻ നല്ല രസമാണ്. പക്ഷെ നല്ല മീനുമാണ് അല്ലേ, ചെറിയ കുഞ്ഞ മീൻ നല്ലതാണ്. അപ്പോൾ നമ്മളെ പുതിയ പിളകാക്ക ഇങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ തിന്നാന്ന് പറഞ്ഞേക്കണേ.
അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പൊന്നാര മക്കളെ ഈ മീൻ എത്ര വില നിങ്ങൾക്ക് അറിയാം? 140 ഉറുപ്പ്യാണ് ബത്തലിന് വില. നമ്മൾ 100 ഉറുപ്പ്യൊക്കെ വാങ്ങിയേക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിക്കണേ. നമുക്ക് നാളെയൊക്കെ എടുക്കാമെന്ന് കരുതിക്കാണ്ട് പാത്തച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ഉച്ചക്കൊക്കെ പൊരിച്ചിട്ടുള്ളൂ. ബാക്കി ഇനി വൈകുന്നേരം മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ബാക്കി അപ്പോൾ പൊരിച്ചാൽ മതി കരുതി. അങ്ങനെ മീൻ പൊരിച്ചലും കഴിഞ്ഞു, കൂട്ടാനും ആയി. അപ്പം ഇനി ഞാൻ വന്ന് ചാറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നിപ്പോൾ അതന്നെ കൂട്ടാൻ. ഇന്നിപ്പോൾ ചക്കക്കുരും കൈപ്പങ്ങയും നമ്മൾ മീൻ പൊരിച്ചതൊക്കെ കൂട്ടി കുഴച്ചാണ് വേവിച്ച. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പാത്രം മോറാൻ നിന്നിട്ടില്ല, ഒക്കെ പാടെ കഴിഞ്ഞിട്ടാണ് മോറാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പാത്രം മോറൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ തുടച്ചു. അങ്ങനെ നമ്മൾ തുടക്കലും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടുകണമെന്നൊന്നും നമുക്ക് പറയാൻ പൊടിയാടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇടാഞ്ഞതാണെന്നില്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങി മാറ്റി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രണ്ടാൾക്കും ഹെൽമെറ്റ് ഇല്ലാഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ഹെൽമെറ്റ് കജ്ജ് പിടിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോകണത് എങ്ങോട്ടാണെന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഇമ്മാൻ്റെ ആങ്ങളാരെയും ഏട്ടത്തിയാളെയും അനുസത്തിയാളെയൊക്കെ പോയതാണെന്നില്ലേ.